രാജ്യം ഒരു വലിയ ഭീഷണി നേരിടുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഹസ്നൈൻ അലി, ആദിൽ ഹുസൈൻ, മുഹമ്മദ് ഉസ്മാൻ എന്നിവർ നേപ്പാൾ വഴി ബീഹാറിലേക്ക് പ്രവേശിച്ച് വലിയൊരു ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്ന സൂചനയെ തുടർന്ന് ബീഹാർ പോലീസ് ആസ്ഥാനം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ബീഹാറിൽ ഉടനെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. പോരാത്തതിന് അവിടെ വോട്ടർ ഐ ഡിയുമായി ബന്ധപ്പെട്ട വോട്ടർ ഐ ഡി ക്രമക്കേടുമായി ബന്ധപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും മറ്റ് ബംഗ്ലാദേശികളെയും പിടിച്ച് പുറത്താക്കാനുള്ള നീക്കം നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ 3 ജെയ്ഷെ ഭീകരർ നേപ്പാൾ വഴി ബീഹാറിൽ പ്രവേശിച്ച് വലിയ രീതിയിൽ രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതിനുശേഷം സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കുകയും അതിർത്തി ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ 3 ഭീകരരാണ് നേപ്പാൾ വഴി ബീഹാറിലേക്ക് വന്നത്. ഹസ്നൈൻ അലി റാവൽപിണ്ടി സ്വദേശിയും ആദിൽ ഹുസൈൻ ഉമർകോട്ട് സ്വദേശിയും, മൂന്നാമത്തെ ഭീകരൻ മുഹമ്മദ് ഉസ്മാൻ ബഹാവൽപൂർ സ്വദേശിയുമാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 3 ഭീകരരുടെയും ചിത്രങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. 3 ഭീകരരുടെയും പാസ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇപ്പോൾ പോലീസ് പങ്കുവച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 2-ാം വാരത്തിൽ ഈ ഭീകരർ കാഠ്മണ്ഡുവിലെത്തിയതായും 3-ാം ആഴ്ചയിൽ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് ബീഹാറിൽ പ്രവേശിച്ചതായുമാണ് ഇപ്പോൾ പോലീസിന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. 3 ഭീകരരും ഏതോ പദ്ധതി പ്രകാരം വലിയൊരു സംഭവം നടത്താൻ ബീഹാറിൽ ഒരുങ്ങുന്നുവെന്നാണ് പോലീസിന് മനസ്സിലാകുന്നത്. പോലീസ് ആസ്ഥാനം എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ബീഹാറിൻ്റെ അതിർത്തി ജില്ലകളായിട്ടുള്ള സീതാർമർഹി, മധുബാനി, വെസ്റ്റ് ചമ്പാരൻ, അരാരിയ, കിഷൻജംഗ്, സുപോൾ എന്നിവിടങ്ങളിൽ ജാഗ്രത കൂടുതലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭഗവൽപൂരിലും മറ്റ് ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ വിവരങ്ങളോ ഉണ്ടായാൽ ഉടൻ തന്നെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിലോ പോലീസ് ഹെൽപ്പ് ലൈനിലോ അറിയിക്കണമെന്ന് പോലീസ് ജനങ്ങളോട് നിലവിൽ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. നിലവിൽ 3 തീവ്രവാദികൾക്കായി എല്ലാ സുരക്ഷാ ഏജൻസികളും വലിയ രീതിയിലാണ് ഇപ്പോൾ ബീഹാറിൽ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാകുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.